4 പേരെ പോലീസ് പിടിച്ച് കോടതിയിൽ ഹാജരാക്കി. എടേ വായിക്കുന്ന വാർത്ത വൃത്തിയായിട്ട് പതുക്കെ നിർത്തി വായിരടി. നിങ്ങൾക്ക് എന്തരമ്മ 12:30 25ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വാർത്ത തന്നെ വായിക്കണം. നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോണു. എല്ലാം അറിഞ്ഞിട്ട് നീ എന്നോട് ഈ വർത്താനം പറയരുത് കേട്ടാ. എനിക്കെല്ലാം ഒന്നും അറിഞ്ഞൂടാ, എന്റെ ഡയലോഗ് മാത്രമേ അറിയുള്ളൂ. ഒട്ടക്കത്തിലെ ഫ്ലോർ കോമിന്റെ അടിച്ച കോപത്തി അടിച്ചെരിഞ്ഞ്. എന്നാ പിന്നെ ഫ്ലോർ അല്ലാത്ത പറ. നിനക്കറിയാല്ല, ഞങ്ങളുടെ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് നിന്റെ അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് തന്നാണ് ഈ പ്രേത വീട്. അതിനുശേഷം മനുഷ്യനിവിടെ സമാധാനമില്ല. അങ്ങേരൊക്കെ ദുബായി പോവുകയും ചെയ്ത്. 25 വർഷം നിങ്ങൾ അച്ഛന് സമാധാനം കൊടുക്കാത്തോണ്ട് അച്ഛൻ ഗിഫ്റ്റ് ഒന്നും പറഞ്ഞ് വാങ്ങിച്ചെന്ന പണിയാണ് ഈ വീട്. നീ നോക്കിക്കോടി, ഇന്ന് എന്റെ മുമ്പിൽ വരുന്ന പ്രേതത്തെ ഞാൻ 4ആയിട്ട് കീറി മുറിച്ച് മാവി മുക്കി ഞാൻ ബജി ഉണ്ടാക്കും. അതിന് പ്രേതം നിന്ന് തരുകയും ചെയ്യും. നിനക്കിങ്ങനെ പറയാടി, കാണുന്നത് മൊത്തം ഞാനാണല്ലോ. നീ ഒന്നും പ്രേതത്തിനെ കാണുന്നില്ലല്ലോ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നീ എന്റെ പേര് ബാലാമണി എന്നായതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ കാണുന്നത്. കൊറേ നാളുകൊണ്ട് കേൾക്കാൻ തുടങ്ങിയാണ്. അടുക്കളയിൽ പോകുമ്പോ പ്രേതം നിന്ന് പാത്രം കഴിവണ്, കുളിക്കാൻ പോകുമ്പോ പ്രേതം സോപ്പ് എടുത്തേർന്ന്. ഇന്ന് ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. ഞാൻ ഒരു ഗോസ്റ്റ് ഹണ്ടറെ വിളിച്ചിട്ടുണ്ട്. നിനക്ക് എന്തൊരു പെണ്ണെ വയ്യേ? ഒരു പ്രേതത്തിനെ കൊണ്ട് തന്നെ ഞാൻ ഇവിടെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് നീ 100 എണ്ണത്തിനെ വിളിച്ച് വീട്ടിൽ കയറ്റണേ. ഗോസ്റ്റ് ഹണ്ടർ. ഈ പ്രേതത്തിനെയൊക്കെ പിടിക്കുന്ന ആളില്ലേ അങ്ങേര് വന്നിട്ട് പോ പ്രേതമേ എന്ന് പറയുമ്പോ പ്രേതം ഇറങ്ങി പോവോന്നോ? അങ്ങേരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കണം. മൊത്തം അങ്ങേര് പിടിച്ച പ്രേതത്തിന്റെ കഥയാണ്. ഇന്നലെ ഒരു റീലിട്ട്, അത് വൈറലായി. കല്യാങ്കാട്ട് നീലിനോടുള്ള ഹസ്കി ഡാൻസ്. എന്ത് പോകണേ ഭൈ? വെരി ബാഡ് പ്ലേസ്. ഒരു ഹൊറർ ഫീലിംഗ് കിട്ടുന്നില്ല. ഉണ്ടാക്കാം. കൊള്ളാലേ കളി? ഒന്നും കൂടെ ഒന്നും കൂടെ ലാസ്റ്റ്. മതി മതി, ഈ പയ്യെ ഇറങ്ങി വാ. ഇപ്പൊ ഒരു ഹൊറർ ഫീലിംഗ് കിട്ടിയത്. പേടിക്കണ്ട, ഞാൻ പ്രേതം അല്ല. പ്രേതത്തിനെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചു വരുത്തിയ ഗോസ്റ്റ് ഹണ്ടർ ഫ്രെഡി. എന്റെ പൊന്നു ചട്ടി. ഇവിടെ ഭയങ്കര പ്രയത്ന ശല്യമാണ്. ഞാനാണ് ഈ പ്രയത്നെ കണ്ടോണ്ടിരിക്കുന്നത്. എനിക്ക് പേടിയാണ് ഫ്രെഡി. അമ്മ മാത്രമേ ഈ പ്രയത്തിനൊക്കെ കാണാറുള്ളൂ കേട്ടാ. ഞാൻ ഇന്ന് വരെയായിട്ട് ഒരെണ്ണത്തിനെയും കണ്ടിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര പേടി. പ്രേതത്തിനെ പേടിക്കരുത്. പേടിക്കുന്നവരെയാണ് പ്രേതം ആദ്യം പിടിക്കുക. പേടിക്കാത്തവരെ പ്രേതം പിടിക്കൂലല്ലോ. അങ്ങനെയൊക്കെ. എന്നാ പിന്നെ അമ്മേനെ ഒരിക്കലും പ്രേതം പിടിക്കൂല. സ്വന്തം ഭർത്താവിനെ പോലും പേടിയില്ലാത്ത ആളാണ്. പറഞ്ഞു കേട്ടറി. അല്ല ഫ്രെഡി പ്രയത്നൊക്കെ പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ടാന്ന്. അതിനുള്ള തെളിവല്ലേ ഈ ബാഗിന്റെ അകത്ത്. എത്ര പ്രേതങ്ങളെ ഞാൻ പിടിച്ചിരിക്കണേ. ആദ്യം പിടിച്ച കല്യാങ്കാട്ട് നീലിയാണ്. ചേച്ചിയുടെ സാരി, വട യക്ഷീര വട പൊടിഞ്ഞുപോയി, കുഴപ്പമില്ല. ലാസ്റ്റ് പിടിച്ചത് പ്രണവ് മോഹൻലാലിന്റെ പുതിയ സിനിമ ഉണ്ടല്ലോ, ഡീസലാ പെട്രോള്. ആ സിനിമയിലെ പൊണ്ണും പിള്ളേരെ ചെലങ്ക. ഇതെല്ലാം ഞാൻ പിടിച്ചത്. എത്ര ഭേദങ്ങളെ പിടിച്ചിരിക്കുന്നു. പ്രേതം കേറുമല്ലേ? പ്രോപ്പർട്ടീസിൽ മാത്രമല്ല, അസമയത്ത് ഇറങ്ങി നടക്കുന്ന മനുഷ്യരുടെ ശരീരത്തിലും പ്രേതം കേറും. അപ്പൊ ചുമ്മാ ഇരുന്നാ കേറുവോ? ചുമ്മാ ഇരുന്ന കയറും. പ്രേതമല്ലേ, ഗ്യാസ് കയറും. നിങ്ങൾ ഗ്യാസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. എന്റെ വീട്ടിലെ ഗ്യാസ് കുറ്റിയിൽ ഒരു പ്രേതം കയറിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോ ഞാൻ ഓണാക്കാതെ തനിയെ നിന്ന് കത്തും. അപ്പൊ പ്രേതത്തിന് ഒഴിപ്പിച്ചോടായിരുന്നോ? എന്തിനു ഒഴിപ്പിക്കണ? ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോ നിന്ന് കത്തിയല്ലേ. 1 വർഷമായി ഗ്യാസ് എടുത്തിട്ട്. എന്റെ ബൈക്കിലും കൂടെ ഇതേപോലത്തെ ഒരു പ്രേതത്തിനെ പിടിച്ച് കയറ്റണം. എന്റെ ബൈക്കിൽ പിന്നെ പെട്രോൾ ഇരിക്കണ്ടല്ലോ, ലാഭം. അല്ല ഫ്രെഡി, ഇപ്പൊ പ്രേതം അവിടെ കാണും. പ്രേതത്തിന്റെ വീട്ടിൽ കാണും. പിന്നെ പ്രേതം എവിടെയൊക്കെ കാണുമെന്ന് പറയണം. നിങ്ങൾ കുറെ നേരമല്ലേ പ്രേതം എവിടെ കാണും. അമ്മച്ചി പ്രേതം എല്ലായിടത്തും കാണും. നിസ്സാരി ഈ ഫോണിന്റെ അകത്ത് വരെ കാണും. രാത്രി ഒരു 12 മണിയൊക്കെ ആവുമ്പോഴേ ഈ ഫോണിന്റെ അകത്ത് പ്രേതം ഉള്ളത് കൊണ്ട് കുട്ടിയെ ചിലപ്പോ വിളിച്ചെന്നൊക്കെ വരും. പ്രേതം വിളിക്കൂല, ഞാൻ നോക്കിയോളാം. എന്റെ ഇങ്ങനെയുണ്ട് ആളുകള്. അല്ല ഫ്രെഡി, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ പ്രേതം എന്താ രാത്രി മാത്രം ഇറങ്ങുന്നത്, പകൽ എന്തിനാ ഇറങ്ങാത്ത? അത് ഈ ബോഡി ഷേമിങ്ങും കളിയാക്കലൊക്കെ പേടിച്ചിട്ടാണ്. അത് ഈ കോന്ത്രാ പല്ലും ഉരുണ്ട കണ്ണും ഞവണാഞ്ചി മോന്തയൊക്കെ നിങ്ങൾ പേടിക്കോ ചിരിക്കും. അത് തന്നെ കാരണം. അത് മാത്രല്ല ഫ്രെഡി, ഞാൻ രാവിലെ പാത്രം കഴുകാൻ ചെല്ലുമ്പോളേ എന്റെ കൂടെ നിന്ന് പാത്രം കഴുകും. ഞാൻ തുണി അലക്കുമ്പോ എന്റെ
കൂടെ നിന്ന് തുണി അലക്കുക, ശ്ശേ. ഞാൻ കുളിക്കാൻ കയറുമ്പോ എനിക്ക് സോപ്പ് എടുത്ത് തരിക, ശ്ശേ. ഞങ്ങൾ കയറി കിടന്നുറങ്ങുമ്പോ ടപ്പടപ്പേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ശ്ശേ. ഇതേ ആളെ തന്നെ പെട്ടെന്ന് കാണത്തൂല്ല. ഷോ, എവരാള് കൊള്ളാല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എവരെ കൂടെ മാക്കാ പണിയെടുക്കും. എവര് കിടന്നുറങ്ങുമ്പോ വാച്ച്മാന്റെ ഡ്യൂട്ടി എനിക്ക് പാവം പ്രേതം ഒരു 5 മിനിറ്റ് നടു നിർത്തുമ്പോ എവർക്ക് വയ്യ. അന്യായ കിളവി തന്നെ നിങ്ങള്. നിന്റെ അച്ഛൻ എവിടെയാണ് ജോലി? 15 വർഷമായിട്ട് ദുബായിലാണ്. കാരണം എന്താണെന്നറിയോ പുള്ളി വരാത്തത്? എന്നെ കാരണം ഈ അമ്മ കണ്ട് പേടിക്കണ ഫ്രെഡിക്ക് ഒഴിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ? പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് എത്ര പ്രേതത്തിനെ ഒഴിപ്പിച്ചവനാണ് ഞാൻ. എന്ത് പ്രായത്തിന് മൂത്രാടസം ഉണ്ടായിരുന്നു? ഒഴിപ്പിച്ചതല്ല, പ്രേതത്തിനെ തളച്ചിട്ടുണ്ട് ഞാൻ. അല്ല, അപ്പൊ പ്രേതം നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഉപദ്രവിച്ചിട്ടുണ്ടാന്നാ? ഒരു ദിവസം രാത്രി ഞാൻ മനസമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്നേ. രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോ ഞാൻ പോലും അറിയാതെ പ്രേതം എന്നെ കൊണ്ട് തൊഴുത്തിയിട്ടിങ്ങനെ. അവിടെയാണെങ്കിൽ ഒരു പശു. ഞാൻ ബോധം വന്നപ്പോ ആ പശുവിന്റെ കുട്ടിയെന്നും പറഞ്ഞെന്നെ കുന്നു, തടവുന്നു, തലോടുന്നു. അയ്യോ, അപ്പൊ ബോധം വന്ന പേടിച്ച് വീട്ടിൽ പൊക്കൂടായിരുന്നാ? എങ്ങനെ എണീറ്റ് പോവും? ഞാൻ പശുവിന്റെ കുട്ടിയിൽ തന്നെ അതിനെ ചവിട്ടി കൊല്ലൂലേ. അതുകൊണ്ട് പശുവിന്റെ കുട്ടിയാണ് തെളിയിക്കാൻ വേണ്ടി വെളുക്കും വരെ നിന്ന് ഞാൻ വയ്ക്കൂലേ എന്ന്. എന്റെ ഗുരു വിനയൻ സാർ വിളിക്കുക. വിനയൻ സാറോ? വിനയൻ സാറിനെ അറിഞ്ഞൂടി? മലയാളികൾക്ക് പല തരത്തിലുള്ള പ്രേതത്തെ പരിചയപ്പെടുത്തി കൊടുത്ത വിനയൻ സാറാണ് എന്റെ ഗുരു. ഒരു മിനിറ്റ്. ഹലോ സാർ, ഞാൻ ഇവിടെ ഒരു അമ്മേരെ മോളെ വീട്ടിരിക്കുന്നു. ഇവിടെ പ്രേതം എന്ന് പറഞ്ഞ് രണ്ടും കൂടെ പേടിച്ച് പിറച്ചിരിക്കുന്നു. പ്രേതം ഇവിടുന്ന് അത് നമ്മുടെ സിനിമാക്കാര് പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറക്കി വിട്ടിരിക്കുന്ന സംഭവമല്ലേ? ഒരു പേടിക്കുന്നത് ചിരിച്ചാവും. കേൾക്കണോ? ഇവിടെ ഒരു വലിയ പ്രേതം ഉണ്ടേ. ഇപ്പൊ നോക്കിയോണേ, ആ പ്രേതം ഇന്ന് ആരെങ്കിലും കൊണ്ടേ പോവും. ഞാൻ പിന്നെ വിളിക്കാമേ. എവരെ പ്രേതം കൊല്ലും മുമ്പേ ഞാൻ പേടിപ്പിച്ചു കൊല്ലും. വയ്ക്കണേ. എന്റെ പൊന്നു ഫ്രണ്ടി, ആ പ്രേതനെന്ന് പറഞ്ഞു വിട്ടാ? പ്രേതത്തിനെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് എനിക്കൊന്ന് സംസാരിക്കണം. മക്കള് പറ, ഞാൻ കേക്കാം. നിങ്ങളടുത്തല്ല അമ്മച്ചി, എനിക്ക് പ്രേതത്തിനെ സംസാരിക്കണമെന്ന്. എന്നാ അതിനെ വിളിച്ചോണ്ട് വെളിയിൽ പോയി സംസാരിക്കണം. വെളിയിലിറക്കി സംസാരിക്കാൻ എന്റെ മാമനല്ല, അത് പ്രേതമാണ്. അല്ല, നിങ്ങളിങ്ങ വന്നേ ബാബാ. ഞാനിനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. കുറച്ചേരം ആയിരുന്നോട്ടെ, എനിക്ക് കാലി കേൾക്കണം. ഞാൻ ഇത്തിരി പ്രേതത്തിന് സംസാരിച്ചോട്ട്. ശംഭു ഫലാനി പക്വാനി പതന്തി വിമലേജിലെ കമ്പിത ശാഖാഭ്യാം ഖുളു ഖുളു ഖുളു. എന്താടാ ഇത്? അടുക്കുന്നില്ല. അസംഭവ്യം. അടുത്തിരിക്കുന്നു. ഇന്നേവരെ ഇത് അടുത്തിട്ടില്ല. അപ്പൊ ഇവിടെയുള്ള പ്രേതം ഏതോ വലിയ പ്രേതമാണ് കേട്ടാ. അത് അടുത്തതല്ല, അമ്മ അടുപ്പിച്ചതാ. ഇവരെ കൊണ്ട് നിവർത്തിയില്ലല്ല. അതന്നെ ഞാൻ നോക്കണത്. അടുത്ത പ്രേതം എന്റെ പ്ലാൻ ഒളിവില്ല അമ്മച്ചി. ഇവരെ കൊണ്ട് ഫലാനി പക്വാനി പതന്തി വിമലേജിലെ കമ്പിത ശാഖാഭ്യാം ഗുളു ഗുളു ഗുളു. ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങളെ പേടിപ്പിച്ച പ്രേതത്തിനെ ഞാൻ പൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി ഇവിടെ പ്രേതം ഇല്ല. അയ്യോ, ഇവിടെ പ്രേതം ഉണ്ടാ? അതല്ലടാ, നീ വന്നപ്പോഴാ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയോട് പേടിയാ. വന്നിരുന്നേ. എന്റെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കല്ലേ. എനിക്ക് പ്രേതത്തിനെ പിടിക്കാനൊന്നും അറിഞ്ഞൂടാ. നീ പിടിച്ചില്ലെങ്കിൽ നമ്മളെ 3 പേരെയും പ്രേതം പിടിക്കും. നിങ്ങൾ എന്റെ ഫ്രണ്ടിലോട്ട് വന്നിരുന്നേ. ഫ്രണ്ടിലോട്ട് വന്നില്ലേ? അങ്ങനെ അങ്ങ് നിന്നോ. അതെന്തിനാ? അല്ല, ഞാൻ ഇന്നെ ഇപ്പൊ പരിചയമല്ലേ ഉള്ളൂ പ്രേതം. നിങ്ങളാകുമ്പോ എത്രയോ നാളുകൊണ്ട് പരിചയമുണ്ട്. നിങ്ങൾ അങ്ങ് ലീഡ് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെട്ട് എന്ന് പരിചയപ്പെടാൻ എന്റെ കുഞ്ഞമ്മയുടെ മോനല്ല, അത് പ്രേതമാണ്. ഞാൻ പ്രേതത്തിന് തളയ്ക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇത് മാറി പ്രാർത്ഥിച്ചോ. എന്നെ ഒന്നും ചെയ്യാൻ അമ്മജി. കണ്ണുറക്കൂ. പ്രേതത്തിനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇത്രയൊക്കെ ചെയ്ത് തന്ന ഫ്രെഡിക്ക് ഞാൻ എന്ത് തരണം? ഒന്നും വേണ്ട. എനിക്കൊരു ടോർച്ച് തന്നെ അത് വീട്ടിൽ കൊണ്ടാക്കാൻ. എന്നെ ആ ജംഗ്ഷൻ വരെ നോക്കാം. എന്റെ അമ്മ അവിടെ ഒന്നിരിക്കും. ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, മറന്നുപോയി. സോറിയേ. ബൈ. ഇവരെയാണോ നീ പ്രേതത്തിനെ ഒഴിപ്പിക്കാനായിട്ട് വിളിച്ചു വരുത്തിയത്? നീ ഇപ്പൊ വായിച്ചു നിർത്തിയ വാർത്ത ഒന്നുകൂടെ വായിരടി. ഒന്ന് പോ അമ്മ. മക്കളുടെ കിടിലം പെർഫോമൻസ് ആയിരുന്നു നമ്മളിപ്പോ കണ്ടത് അല്ലേ? അത് മക്കളായിട്ട് തോന്നിയില്ല, വലിയ ആൾക്കാർ പെർഫോം ചെയ്യുമ്പോൾ തോന്നി. അല്ല, 3 പേരും നല്ലൊരു ആർട്ടിസ്റ്റായി മാറിയിട്ടുണ്ട്.
സ്ക്രിപ്റ്റ് ഇനി കുറച്ചും കൂടെ നമുക്ക് ടൈറ്റ് ഫൈൻ ട്യൂണിങ് ചെയ്യണം. ഓക്കെ, വാട്ട് യു സേ? അല്ലേ? What do you say? What do you say? Say something, man. അല്ല സ്ക്രിപ്റ്റ് കിടിലാണ്, ഞാൻ കളിച്ചതാക്കണെങ്കിലേ ഉള്ളൂ. അവന് ഗുരുന്നുണ്ടെന്നുള്ള അതെ, അതെ, അതെ. ഗുരു എന്താ ഗുരുത്വമുണ്ട്. അല്ല, അത് നമുക്ക് പറയുന്നില്ല. ശരി, ഇവന്റെ ഒരു പുതിയ കഥയുണ്ട്. എന്നാ പുതിയ കഥ? കഥയെന്ന് വെച്ചാൽ അല്ല, റിയൽ സംഭവം കേട്ടാ, ആ. ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ്. Okay. അതായത് ഇവന്റ്സ്. ഇവനും ഇവന്റെ അമ്മയും കൂടിയാണ് ഇവിടെ ഷൂട്ടിന് വന്നത്. Okay. തിരിച്ചിവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ബാക്കി അവൻ പറയും. എന്നാടാ കഥ? പിന്നെ കഴിഞ്ഞ ഷെഡ്യൂളിൽ നടന്നതല്ലോ. മറ്റേ നരസിംഹത്തിന്റെ സ്കിറ്റ് കഴിഞ്ഞിട്ടേ ഞാനും അമ്മയും കൂടെ പോവായിരുന്നു. അങ്ങനെ നമ്മള് ഇവിടെ എറണാകുളം നോർത്തിൽ എത്തി. നമ്മളങ്ങനെ കിടക്കായിരുന്നു. ഞാൻ ഇങ്ങനെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങിയത്. അപ്പൊ പ്ലാറ്റ്ഫോം നമ്പർ 1 കിടന്നുറങ്ങിയത്. ട്രെയിനിൽ വന്ന പ്ലാറ്റ്ഫോം നമ്പർ 4 ഇതിങ്ങനെ ഓർണ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് എന്തോ മനസ്സിൽ കണ്ടു ഓടി, അമ്മയെ വിളിച്ചോണ്ട് ഓടി. അപ്പോഴേക്കും ട്രെയിൻ ഇങ്ങനെ അനങ്ങി തുടങ്ങിയേ. ഞാൻ അമ്മയെ തുടങ്ങി, അമ്മ പിടിക്കുമല്ലേ, ചാടി പിടിക്കുമല്ലേ, ധൈര്യമായിട്ട് നീ ചാടാ അങ്ങോട്ട്. ഞാൻ ചാടി കയറി എന്നപ്പോ അമ്മ പറയല്ലേ, മക്കളെ പറ്റണല്ലടാ. എന്ത്? ഈ ഗോഡ് ഇൻസൈഡ് ദ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ അമ്മയും മോനും കൂടെ നിൽക്കാണ് ട്രെയിൻ ചാടി കയറാൻ. അപ്പൊ അമ്മയുടെ പറഞ്ഞ് ചാടി കയറുമല്ലോ, ഓക്കെ പറഞ്ഞു. ഇവൻ ചാടി കയറി, അമ്മയ്ക്ക് പറ്റിയില്ല ചാടി കയറാൻ. അമ്മ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും. എന്നിട്ട് മറ്റേ ആ പടത്തിലെ പോലെ ടാറ്റ പറയണം രണ്ടുപേരൂടെ. ടാറ്റ പറയുന്നു, ഇവനും ടാറ്റ പറയുന്നു. ട്രെയിനിൽ കയറി പോയോ? ഞാൻ ട്രെയിനിൽ കയറി അല്പം ദൂരം എത്തിയപ്പോ ഞാൻ ഇങ്ങനെ നേരെ ഇങ്ങനെ നടച്ചെന്നതും 2-3 ചേട്ടന്മാര്. ഞാൻ ചേട്ടന്മാരെ ചെന്ന് പറഞ്ഞ് ഞാൻ നൈസ ബാഗ് എടുത്ത് മണ്ടയിലോട്ടിട്ട് ഇങ്ങനെ കയറിപ്പോയി. ചേട്ടൻ പറഞ്ഞു, ആരാ? ഞാൻ പറഞ്ഞു, അമ്മയെ കാണാനില്ല. കാര്യം മനസ്സിലായെന്ന് തോന്നണം. ഞാൻ ഫോൺ വാങ്ങിച്ച് അമ്മയെ വിളിച്ചു. അമ്മ പേടിക്കണ്ട. അപ്പൊ പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല, നീ പയ്യെ അങ്ങ് തിരുവനന്തപുരത്ത് എത്തിയാൽ മതി എന്നോ. ഞാൻ പറഞ്ഞു, ഓ അമ്മ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മണ്ടേ കയറി കിടന്നപ്പോൾ പുള്ളി ആദ്യം വന്ന് വിളിച്ചു, ബിരിയാണി തന്നു. കുറച്ച് കഴിഞ്ഞ് വിളിച്ചു, മന്തി തന്നു. പിന്നെ 20 കുപ്പി വെള്ളം തന്നു. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് തമ്പാനൂര് SM-ന്റെ അടുത്ത് കൊണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് ലൈം ജ്യൂസ് വാങ്ങിച്ചു തന്നു. എന്നിട്ട് ഇവ അവിടെ പോയി ശേഷമാസന്റെ കൂടെ അവിടെ കിടന്നുറങ്ങി. മാസ്റ്ററല്ലണ്ണ, അവിടെ ഞാൻ അമ്മയെ കാണാൻ തേരപ്പാടി നടക്കണ കണ്ടപ്പോ ഒരു ബംഗാളി ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയുടെ അടുത്ത് ബാഗൊക്കെ ഇട്ട് കാര്യം പറഞ്ഞ് അമ്മ വന്ന പെണ്ണി നമ്മൾ രണ്ടിനും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പിന്നെ പോയപ്പോ പുള്ളിയുടെ സാധനം എടുത്ത് ട്രെയിനിലും വെച്ച് പുള്ളി എനിക്ക് ചായയും വാങ്ങിച്ചതിട്ടാണ് പറഞ്ഞത്. അടുത്ത ട്രെയിനിൽ അമ്മ വരുന്നവരെ ഇവൻ ബംഗാളിയിലൂടെ കിടന്നുറങ്ങി. ബംഗാളി ഇവന് ആഹാരം വാങ്ങിച്ചു കൊടുത്തു. ഓ, ഇത് ഇത് കേക്കുമ്പോ ഇത് പറയുമ്പോ തമാശയാണ്, പക്ഷെ ആലോചിച്ച് നോക്കിയേ. എടാ, ഇത് നിനക്ക് ഇവിടെ സ്കിറ്റ് ആക്കാല്ലോ. അടുത്തവിടെ ഇത് ചെയ്തോ സ്കിറ്റ്. ഇങ്ങനെയൊക്കെയല്ലേ വരുന്നവരും. എന്തായാലും ഇനി നീ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ യാത്ര ചെയ്യണം. കുഴപ്പമില്ല, സൂക്ഷിക്കണം കേട്ടോ. ബാറ്ററി എത്രത്തോളം ചാർജ് കയറിയെന്നുള്ളത് നോക്കിയാലോ ഗൈസ്. റെഡിയാണോ? കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കടി അതെന്താ സംഭവിച്ച? 26,000 നിന്നില്ലേ? പിന്നെ നീ എന്ത് മിണ്ടാതെ നിന്നത്? ഞാൻ കുറച്ചേരം അത് ആസ്വദിക്കുന്നു. 26,000 എന്താ ആസ്വദിക്കാൻ കിടക്കുന്നത്? അല്ല, കിട്ടുന്ന പൈസ എത്രയായാലും നമ്മൾ അതിലൊരു ആസ്വാദനം. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി ആ എമൗണ്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഭയങ്കര ആശ്വാസം. അപ്പൊ ശരി, ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത തവണ നമ്മൾ വീണ്ടും കാണും. ഓക്കെ.